റിട്ടയേർഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് സെലീനാമയുടെ മരണത്തിൽ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്തുള്ള പരിശോധനയ്ക്കുള്ള സംഘം ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് കാട്ടി മകൻ രാജൻ പാറശാല പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് RDOയുടെ നേതൃത്വത്തിലുള്ള പരിശോധന. വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, ആഭരണങ്ങൾ കാണാനില്ല, ചെറിയ പരുക്കുകൾ ഉണ്ടായിരുന്നു മൃതദേഹത്തിൽ എന്ന നിലയിലൊക്കെയുള്ള പരാതി. ആ പരാതിയിന്മേലുള്ള ദുരൂഹത നീക്കുന്നതിന് വേണ്ടിയാണല്ലോ ഇപ്പോൾ ഈ കല്ലറ തുറന്നുള്ള പരിശോധന നടക്കാൻ പോകുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? സെലീനാമ്മയുടെ കല്ലറ തുറന്നുള്ള പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. അതിൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് മകനാണ് പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ 17-നാണ് സെലീനാമ്മ മരിച്ച നിലയിൽ, കട്ടിലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അന്ന് അടുത്ത ദിവസം 18-ാം തീയതി ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലുള്ള മണിവെള്ള പള്ളിയിൽ അടക്കം നടത്തുകയും ചെയ്തു. പക്ഷേ അതിനുശേഷമാണ് മകൻ പരാതിയുമായി രംഗത്ത് വന്നത്. സെലീനാമ്മയെ കുളിപ്പിക്കാൻ എടുക്കുമ്പോൾ തന്നെ അവരുടെ ശരീരത്തിൽ പാടുകളുണ്ടായിരുന്നു, മർദ്ദനമേറ്റ പാടുകളുണ്ടായിരുന്നു എന്ന വിവരം കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചു. 3.5 പവന്റെ മാല കാണാതായെന്ന പരാതി കൊണ്ട് ആഭരണങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന കാര്യത്തിൽ സംശയമെന്ന്. അതോടുകൂടിയാണ് മകൻ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വന്നത്. പരാതിയുമായി രംഗത്ത് വന്നത് തുടർന്ന് പാറശാല പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പാറശാല പോലീസാണ് പിന്നീട് ഇത്തരത്തിൽ മൃതദേഹ പരിശോധന നടത്തണം, മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കണമെന്ന ആവശ്യവും ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചത്. അങ്ങനെ RDOയുടെ സാന്നിധ്യത്തിൽ അല്പസമയത്തിനകം പരിശോധന ആരംഭിക്കും. ഫോറൻസിക് സംഘം അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുമുണ്ട്. ഇവിടെ നാട്ടുകാർക്കും ചില സംശയങ്ങൾ. അന്ന് ഇവർ സെലീനാമ്മയുടെ വീടിന് സമീപമുള്ള ഒരാൾ, എന്താ പേരെന്താ നിങ്ങളുടെ? തൊട്ടടുത്താണ്, ഇവരുടെ വീടിനടുത്താണോ താമസിക്കുന്നത്? മകനൊക്കെ എന്താണ് പറയുന്നത് ശരിക്കും? സംശയം എന്ന് പറഞ്ഞാൽ അവിടെ ആളില്ലാത്ത നാടാണ്. പകലൊന്ന് അയൽക്കൂട്ടം പഠിക്കും. വൈദ്യം അവൻ പ്രദേശത്താണ് മരണം നടന്നത്. ദുരൂഹതയുണ്ട് അതില്. മാല 3.5 പവന്റെ മാലയല്ല, കിൽറ്റ് മാലയാണ് കൊണ്ടിട്ടിരുന്നത്. അതുപോലെ നമുക്ക് മാറ്റിയിട്ടോ? മാല മാറ്റിയോ? യഥാർത്ഥ മാല മാറ്റിയിട്ട് കിൽറ്റ് മാല കൊണ്ട് കഴുത്തിലിട്ടിക്കണം. പിന്നെ ബോഡിയിൽ ഇതുവരെ വസ്ത്രം കൊണ്ട് മൂടിക്കണം. ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊന്നെന്നാണ് ആൾക്കാരൊക്കെ നാട്ടിൽ പറയണത് എന്നാണ് പറയണത്. മകൻ കൂടെ താമസിക്കുന്ന ആളാണോ? അല്ല, മകൻ നേരത്തെ കൂടെ താമസിച്ചു. ഇപ്പൊ വാടക കെട്ടിടം നെയ്യാറ്റിൻകരയാണ് താമസിക്കുന്നതെന്ന് പറയണത്. പിന്നെ കൂടെ അല്ല, മകള് കൂടെ അല്ല, ദൂരെ എവിടെയാണ് താമസിക്കുന്നത്. സഹായത്തിന് സ്ത്രീയാന്തോ വരില്ലായിരുന്നോ വീട്ടിൽ? അങ്ങനെ വന്ന് അവരാണ് കണ്ടത്. ഇത് മരിച്ചു കിടക്കണം. വീട് പോയപ്പോൾ കഥവ് ചാരിയിരിക്കുന്നു കണ്ടത്. ഞാനില്ല, ഇനി ജോലിയുണ്ട്, സ്പോർട്സ് കൗൺസിലാണ്. ഞാൻ അങ്ങ് പോയിരുന്നു. പിറ്റേന്ന് വന്നപ്പോഴാണ് അറിയണത്. അമ്മ പറഞ്ഞാണ് അറിയണത്. ഇതുപോലെ സെലീനെന്ന് പറയുന്ന അമ്മ മരിച്ചെന്ന് പറയണം. അങ്ങനെയാണ് നമ്മൾ അറിയണത്. നിങ്ങളുടെ വീടിന്റെ അടുത്താണ്? അന്ന് നമ്മൾ കണ്ട ഈ അടക്കൂല. എന്നാൽ ഈ ബോഡി കുളിക്കാൻ നേരത്തെ എടുത്തപ്പോൾ ഇവിടെയൊക്കെ പാടുകൾ മുറിവുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് സംശയം തട്ടി 4 ദിവസം കഴിഞ്ഞപ്പോൾ പാറശാല പോലീസ് സ്റ്റേഷനിൽ മോൻ കേസ് കൊടുത്തെന്ന് പറയും. ഇതാണ് അയൽവാസിയാണ് സെലീനാമ്മയുടെ. നാട്ടിലാകെ ഇക്കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ്. സഹായത്തിനാൾ വരുമെങ്കിൽ പോലും പലപ്പോഴും വീട്ടിൽ അത്രയധികം ആൾസഞ്ചാരമുള്ള മേഖലയല്ല അത് ഈ വൈദ്യൻ വിളാകം എന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ അതിൽ എന്തോ സ്വാഭാവികതയുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരും കുടുംബാംഗങ്ങളും ഒക്കെ കരുതുന്നത്. ഏതായാലും ആ സംശയങ്ങൾക്ക് അവസാനമാകും. ഇപ്പോൾ സെലീനാമ്മയുടെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തും, പോസ്റ്റ്മോർട്ടം നടത്തും. ഒന്നുകിൽ ഈ 10-14 ദിവസം കഴിഞ്ഞിരിക്കുന്നു മരണം സംഭവിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒന്നുകിൽ ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തും, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തും. അത് ഈ മൃതദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പരിഗണിച്ചാകും അതിൽ തീരുമാനമെടുക്കും. ഏതായാലും പോസ്റ്റ്മോർട്ടത്തിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. മണിവെള്ള പള്ളിയിലെ സെലീനാമ്മയുടെ കല്ലറ പൊളിക്കുന്നതിന് നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം കല്ലറ പൊളിച്ച് പരിശോധനയിലേക്ക് കടക്കും. ഫോറൻസിക് വിഭാഗം ഇവിടെ എത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർമാരും എത്തും. അങ്ങനെ ഈ ഫോറൻസിക് സംഘവും അതുപോലെ തന്നെ ഫോറൻസിക് ഡോക്ടർമാരുമൊക്കെ എത്തി ഇവിടെ അല്പസമയത്തിനകം ഈ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും. ആദ്യം മൃതദേഹം പുറത്തെടുക്കലാണ് പ്രധാനപ്പെട്ട നടപടി. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. വി അരുണാണ് അവിടെ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, ഇതിലിപ്പോൾ നമുക്കും സംശയങ്ങൾ പലതാണ്. ഇപ്പോൾ പ്രദേശവാസികളൊക്കെ പറയുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ പ്രദേശത്ത് ഈ സ്ത്രീ എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് താമസിച്ചിരുന്നത്, മകനും മകളും ഒപ്പം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത്തരം സംശയങ്ങളുണ്ട്. മറ്റുള്ളവർ അവിടേക്ക് എത്താറുണ്ടോ എന്നതറിയില്ല. ഈ ഒരു ദേവാലയത്തിൽ ആണല്ലോ ഈ കല്ലറ പൊളിച്ച് പുറത്തെടുക്കുന്നത്. അവിടെ എങ്ങനെയാണ്, വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടോ? ഈ വീഡിയോഗ്രാഫി എന്ന് പറയുമ്പോൾ അതിൽ ഈ ഫോറൻസിക് സംഘവും അല്ലെങ്കിൽ ആ അന്വേഷണ സംഘത്തിൻ്റെയൊക്കെ ക്യാമറ സംഘത്തെ മാത്രമാണോ കയറ്റിവിടുകയുള്ളൂ? പോലീസ് അവിടേക്ക് മാധ്യമങ്ങൾക്ക് എത്താൻ അനുമതി നൽകുന്നുണ്ടോ? അരുൺ?
സാധാരണഗതി ഇത്തരം പോസ്റ്റ്മോർട്ടം നടപടികളിലൊക്കെ മാധ്യമങ്ങൾക്ക് പ്രവേശനമുള്ളതാണ്. പക്ഷേ ഇവിടെ എന്തോ രാവിലെ മുതൽ ഈ പള്ളിക്ക് ഉള്ളിലേക്ക് ആരെയും ഈ ഉദ്യോഗസ്ഥരും അല്ല നാട്ടുകാരിൽ ചിലർ ഈ കല്ലറ പൊളിക്കാനും മറ്റു വന്ന ആളുകൾക്കപ്പുറത്തേക്ക് ആരെയും കടത്തിവിടുന്നില്ല. ഈ ഗേറ്റിന്റെ ഈ ഭാഗം കഴിഞ്ഞ് അകത്തേക്ക് ആരെയും കടത്തിവിടുന്നില്ല. പൂർണ്ണമായും പോലീസ് ബന്ദോബസ്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. പോലീസിന്റെ പരിശോധന, അവരുടെ വീഡിയോഗ്രാഫി സ്വാഭാവികമായി ഉണ്ടാകും. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും അത് പരിശോധിക്കും. അതുകൊണ്ട് തന്നെ അത്തരം പരിശോധനകൾക്ക് അപ്പുറത്തേക്ക് മറ്റാരെയും കടത്തിവിടുന്നില്ല. ഈ ഗേറ്റിന് ഇവിടെ പോലീസ് ഇങ്ങനെ തടഞ്ഞിട്ടാണ്. ഇതിവിടെ ഏതാണ്ട് 100 മീറ്റർ അപ്പുറമാണ് ഈ കല്ലറയുള്ള ഭാഗമുള്ളത്, സെമിത്തേരി ഉള്ളത്. അവിടേക്ക് ആരെയും കടത്തിവിടാതെ പൂർണ്ണമായും പോലീസിന്റെ ബന്ദോബസ്തിലാണ് അവിടെ ഈ നടപടികൾ പുരോഗമിക്കുന്നത്. എന്താണ് അതിന് കാരണമെന്ന് പോലീസ് വിശദീകരിച്ചിട്ടില്ല. അല്പസമയത്തിനകം നെയ്യാറ്റിൻകര ഡിവൈഎസ്പി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തും. ഒരു ദുരൂഹമായ മരണമാണ്. സ്വാഭാവികമായും നാട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ അതിൽ വലിയ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ഒരു പരിശോധനയിലേക്ക് പോലീസ് കടക്കുന്നത്. പക്ഷേ അവിടെ പൂർണ്ണമായും മാധ്യമങ്ങളെ അകറ്റി നിർത്തിയുള്ള ഒരു സമീപനം, ഒരുപക്ഷെ സുരക്ഷയുടെ കാര്യം പറഞ്ഞാകാം, അല്ലെങ്കിൽ അവിടേക്ക് അധികം ആളുകൾ പോകേണ്ട എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമാകാം. ഏതായാലും ഏറ്റവും പ്രധാനം അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കുള്ള തുടക്കം പ്രാഥമിക നടപടികളിലേക്ക് കടക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് അടക്കമുള്ള പ്രാഥമിക നടപടികളിലേക്ക് കടക്കുകയാണ്. കല്ലറ തുറന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. നെയ്യാറ്റിൻകര ഡിവൈഎസ്പി RDO ഉൾപ്പെടെയുള്ളവർ വൈകാതെ സ്ഥലത്തേക്ക് എത്തും. അതിനുശേഷമാകാം ഒരുപക്ഷെ കല്ലറ തുറന്നുള്ള പരിശോധനയിലേക്ക് കടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്രയും ദിവസം ആയിരിക്കുന്നു ഈ മൃതദേഹം അടക്കിയിട്ട് സംസ്കാരം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം സാധ്യമാണ് ഇവിടെ തന്നെ ഈ പോസ്റ്റ്മോർട്ടത്തിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഏതായാലും മൃതദേഹം പുറത്തെത്താൻ മാത്രമേ അതറിയാൻ കഴിയുകയുള്ളൂ. ഒന്നുകിൽ ഇവിടെ നടത്തും, അല്ലെങ്കിൽ സ്വാഭാവികമായും മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് സെലീനാമ്മയുടെ മൃതദേഹം മാറ്റും. യെസ് അരുൺ, ഇതിപ്പോൾ അങ്ങനെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മരണമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. വലിയ തോതിൽ വാർത്തകളിലൊന്നും നിറഞ്ഞിട്ടുമില്ല. മാത്രവുമല്ല, ഈ ദുരൂഹത ആരോപിക്കുന്നത് സ്വന്തം മകനാണ് എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്കങ്ങനെ അവിടെ വലിയ തോതിലുള്ള ആളുകളെയൊന്നും കാണാൻ സാധിക്കുന്നില്ല. നേരത്തെ പള്ളി വികാരിയുടെ ദൃശ്യങ്ങൾ അദ്ദേഹം നടന്നു പോകുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള വലിയ ആൾക്കൂട്ടമോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ എതിർപ്പുകളോ ഒന്നുമില്ലല്ലോ. ഇതിനോട് ഈ മകന്റെ പരാതിയോട് പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു നിലപാട് തന്നെയല്ലേ ഈ ദേവാലയ അധികൃതരും സ്വീകരിച്ചിട്ടുള്ളത്? അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ, ഒരുപക്ഷെ RDOയ്ക്ക് പകരം തഹസീൽദാറാണ് ഇപ്പോൾ വരുന്നത്. തഹസീൽദാറിന്റെ നേതൃത്വത്തിലാകാം, RDO ചുമതലപ്പെടുത്തി തഹസീൽദാർ ആകാം ഒരുപക്ഷെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം അല്ലെങ്കിൽ ഇൻക്വസ്റ്റ് നടപടികൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുക. ഇപ്പോൾ തഹസീൽദാറാണ് ഇവിടേക്ക് എത്തുന്നത്. കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെട്ട പ്രദേശമാണ്. കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരും പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവരും ഇവിടെ എത്തുന്നു. കാരണം ജനപ്രതിനിധികളുടെയും ഈ തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ വേണം ഇത്തരം ഇൻക്വസ്റ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കേണ്ടത്. അതുകൊണ്ട് കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭാരവാഹികളും സെക്രട്ടറിയും ഒക്കെ എത്തുന്നുണ്ട്. തഹസീൽദാർ എത്തി. RDOയുടെ സാന്നിധ്യത്തിലാണെങ്കിലും ഒരുപക്ഷെ RDOയ്ക്ക് പകരമാകാം ഒരുപക്ഷെ ഈ തഹസീൽദാർ എത്തിയത്. അതായത് ഈ നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കുന്നു എന്നതിന്റെ സൂചനയായി നമുക്കതിനെ കാണാം. ആൾക്കൂട്ടത്തിന്റെ കാര്യം പറയുമ്പോൾ കാര്യമായ ഒരു ആൾക്കൂട്ടം ഇവിടെ ഇല്ല. അകത്ത് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലേക്ക് ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട അകത്ത് നിൽക്കേണ്ട ആളുകൾ മാത്രമേ അകത്തേക്ക് കയറ്റിയിട്ടുള്ളൂ. പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികളും അതുപോലെ തന്നെ പള്ളി വികാരിയും ഒക്കെ ഉണ്ട്. ഇവരുടെ ബന്ധുക്കൾ ആരെങ്കിലും 1-2 പേർ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്ത് ഉണ്ടാകും. മറ്റ് ജനപ്രതിനിധികൾ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് കാര്യമായി ആരെയും കടത്തിവിടേണ്ട എന്നൊരു തീരുമാനമാണ് ഉള്ളത്. കാര്യമായ ഒരു ആൾക്കൂട്ടം ഇവിടെയില്ല. 5-6 ആളുകൾ ഇവിടെ പുറത്ത് ഈ മതിലിന് പുറത്ത് ഉണ്ട്. അതിനപ്പുറത്തേക്ക് വലിയൊരു തിരക്ക് ഇവിടെ കാണുന്നില്ല. ഏതായാലും ആ രീതിയിൽ വാർത്തകളിൽ വന്ന ഒരു വിഷയമല്ല ഇത്. ഒരു പക്ഷേ ഇനിയാകാം ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ഒരു സാധാരണ മരണമായി കണ്ട കാര്യമാണ്. 75 വയസ്സുള്ള ഒരു സ്ത്രീ സ്വാഭാവികമായും അസുഖബാധിതയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മരണം ആരും ആ രീതിയിൽ വാർദ്ധക്യ സഹജമായ മരണം എന്ന് മാത്രമാണ് ആദ്യഘട്ടത്തിൽ വിലയിരുത്തപ്പെട്ടത്. പക്ഷേ അങ്ങനെയല്ല. ഈ സംസ്കാരത്തിന് മുമ്പായി മൃതദേഹം കുളിപ്പിക്കുമ്പോഴാണ് ഇവരുടെ ശരീരത്തിൽ ചില പാടുകൾ കണ്ടെത്തിയത്. അപ്പോൾ തന്നെ അത് ചില സംശയങ്ങൾ ഉയർത്തിയിരുന്നു. അതിനുശേഷം ഈ ആഭരണങ്ങൾ കൂടി കാണാനില്ലാതായപ്പോൾ ആദ്യം ആഭരണങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നായിരിക്കാം വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. ആഭരണങ്ങൾ വീട്ടിലുമില്ലായിരുന്നു. അതാണ് 3.5 പവനോളം വരുന്നൊരു മാല ഇവരുടെ കാണാതായിട്ടുണ്ട് എന്ന് പരാതിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ മാല എടുക്കാനോ അല്ലെങ്കിൽ മോഷണത്തിന്റെ ഭാഗമായുള്ള കൊലപാതകമാകുമോ എന്ന സംശയമാണ് പൊതുവിൽ ഉള്ളത്. പക്ഷേ അതിനും ഒരു സ്ഥിരീകരണം വരേണ്ടത് പ്രധാനമായും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ്. അതിനുവേണ്ടിയാണ് ഇത്തരം നടപടി. ഒരു വൃദ്ധ മരിക്കുമ്പോൾ അതിൻ്റെ വീട്ടുകാർക്ക് സംശയമുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ ഭാഗമായുള്ള പരിശോധനകൾ അനിവാര്യമാണ്. മൃതദേഹം
പുറത്തെടുത്ത് പരിശോധിക്കാൻ അനുമതി നൽകി ആവശ്യപ്പെട്ടത് അവരുടെ മകൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൽ മറ്റു നിയമ തടസ്സങ്ങളൊന്നുമില്ല. കുടുംബത്തിന് അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന്, റവന്യൂ അധികൃതർക്ക് അത് അനുവദിക്കുക എന്നുള്ളത് മാത്രമേ അവരുടെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ബാക്കിയുള്ളൂ. അതിനവർ അനുമതി നൽകിയിരിക്കുന്നു. അപ്പോൾ RDOയുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടക്കണം. RDO ഇല്ലെങ്കിൽ RD ചുമതലപ്പെട്ട തഹസിൽദാറിനെ പോലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാകണം. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായി അവർ തന്നെയാകും ഉണ്ടാവുക. അതുപോലെ തന്നെ ജനപ്രതിനിധികൾ ഉണ്ടാകും. ഇവരുടെ കുടുംബാംഗങ്ങളും ഈ പള്ളി വികാരിയും പഞ്ചായത്ത് മെമ്പറും ഒക്കെ ഇവിടെ ഉണ്ടാകും. അത്തരത്തിൽ അവരും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഫോറൻസിക് സംഘം എത്തിക്കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിനുള്ള ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ഫോറൻസിക് വിഭാഗം ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ഈ കല്ലറ തുറന്ന് സെലീനാമ്മയുടെ മൃതദേഹം പുറത്തെടുത്ത് ഇവിടെ വച്ച് പോസ്റ്റ്മോർട്ടം നടത്താൻ, സ്പോട്ട് പോസ്റ്റ്മോർട്ടത്തിന് പറ്റുന്ന തരത്തിലാണ് അതിന്റെ ജീർണാവസ്ഥയെങ്കിൽ ഇവിടെ നടത്തും. അല്ല, കൂടുതൽ ജീർണിച്ച അവസ്ഥയിലാണ്. 14 ദിവസം കഴിഞ്ഞ 18-ാം തീയതി അടക്കം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയധികം ദിവസങ്ങൾ 16 ദിവസത്തോളമായിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിൽ ജീർണിച്ച അവസ്ഥയിലാകും. അങ്ങനെയെങ്കിൽ ഇവിടെ പോസ്റ്റ്മോർട്ടത്തിന് പരിമിതികൾ ഉണ്ടാകും. എങ്കിൽ അത് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും. അവിടെ പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ എന്താണ് മരണകാരണം, വാർദ്ധക്യ സഹജമായ അസുഖം ഒന്നും അങ്ങനെ മരിച്ചതാണോ, സ്വാഭാവികമായ മരണമാണോ, അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികതയുണ്ടോ, ഇവരെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരും. അതിനുവേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ്മോർട്ടം നടപടികളാകും ഇവിടെ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായി ആദ്യം കല്ലറ പൊളിക്കണം. അതിനുള്ള ആളുകളെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷമാകും മൃതദേഹം പുറത്തെടുത്തുള്ള പരിശോധന. ഏതായാലും ഇതുവരെ വാർത്താ പ്രാധാന്യം ഇല്ലാത്തൊരു വിഷയമായിരുന്നെങ്കിൽ പോലും ഇനി അത് സ്വാഭാവികമായും ആളുകൾ ശ്രദ്ധിക്കുന്ന വിഷയമായി മാറിക്കഴിഞ്ഞു. ഒരു വൃദ്ധയുടെ മരണത്തിൽ കുടുംബാംഗങ്ങൾക്ക് സംശയമുണ്ട്. അങ്ങനെ അവരുടെ ശരീരത്തിൽ എങ്ങനെ ചതവിന്റെ പാടുകൾ വന്നു, എങ്ങനെ മുറിവിന്റെ പാടുകൾ വന്നു, അവരുടെ ആഭരണങ്ങൾ ആരാണ് എടുത്തു മാറ്റിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് വീട്ടുകാർക്ക് സംശയം, നാട്ടുകാർക്ക് സംശയം. ആ സംശയം ദൂരീകരിക്കാനാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക്, കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തുള്ള പരിശോധനാ നടപടികളിലേക്ക് കടക്കുന്നത്. വിശ്വാസപരമായ കാര്യം കൂടിയാണത്. അത് കുടുംബത്തിന്റെ തന്നെ ആവശ്യമായതുകൊണ്ട് അത്തരം തടസ്സങ്ങൾ ഉണ്ടായില്ല. കുടുംബം തന്നെയാണ്, മകൻ തന്നെയാണ് മുന്നോട്ട് വന്നത്. ഒരു മകൾ കൂടി സെലീനാമ്മയെ കൊണ്ട് അവർ മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. മകനും ഇവരുടെ നേരത്തെ ഒപ്പമായിരുന്നെങ്കിലും ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് നെയ്യാറ്റിൻകരയിലാണ് അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്നത്, രാജൻ താമസിക്കുന്നത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നത് വൃദ്ധയാണ്. വല്ലപ്പോഴും സഹായത്തിനൊരു സ്ത്രീ വന്നു പോകാറുണ്ട്. അതിനപ്പുറത്തേക്ക് അത്രയധികം ജനവാസമുള്ള ഒരു മേഖലയല്ല അവിടെ ഇത്തരത്തിൽ. എന്തായാലും സെലീനാമ്മയുടേത് സ്വാഭാവികമായ മരണമാണോ, അതിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരു കൊലപാതകത്തിന്റെ സംശയമടക്കം ഉള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ് മകൻ പോലീസിൽ പരാതി നൽകിയത്. ഇതേ തുടർന്ന് ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ അടക്കം എത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘം ഉണ്ട്, പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കല്ലറ പൊളിച്ച് പരിശോധന നടത്തും. മകന്റെ പരാതിയിന്മേൽ ദുരൂഹതയുണ്ട് എന്ന പരാതിയിന്മേൽ വ്യക്തത വരും.